ഇതുപോലെ എത്രയോ തലയോട്ടികൾ മണ്ണിൻ്റെ അടിയിൽ വിശ്രമിക്കുന്നുണ്ടാകും, നിരപരാധികൾ. ഈ ലോകം അങ്ങനെയാണ്. ഇത് എവിടെ തുടങ്ങി എന്ന് ചോദിച്ചാൽ, ദൈവം സൃഷ്ടിച്ച ആദാമും ഹവ്വയും കായനും ഹാബീലും, ആ ആദ്യ കുടുംബത്തിൽ ഈ സംഭവം നടന്നു. കൊലപാതകം അത് കർത്താവിൻ്റെ വരവരെയും ഉണ്ടാവും. സഭ എടുക്കപ്പെട്ടതിന് ശേഷവും ഈ കൊലപാതകം ഇഷ്ടംപോലെ. ഈ കൊലപാതകം സമ്പൂർണ്ണമായി നൃത്തം ചെയ്യുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയില്ല, 1000 ആണ്ട് വാഴ്ചയില്ല. അന്ന് നമ്മളിങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കത്തില്ല. കാരണം തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച് കർത്താവിനോടൊപ്പം നമ്മളായിരിക്കും. അതാണ് നമ്മളെ പ്രത്യാശ. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില സമയത്ത്, ആ രൂപാന്തര ശരീരത്തെക്കുറിച്ച് എനിക്കൊന്ന് ഒരു വെളിപ്പാട് തരണം കർത്താവ്. അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കഷ്ടതയില്ല, കണ്ണീരില്ല, ദുഃഖമില്ല, മരണമില്ല, മറുപടി 5 കൂട്ടം കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 21 1 മുതൽ 5 വരെ വായിച്ചു പിടിക്കുമ്പോൾ കഷ്ടത, കണ്ണുനീര്, ദുഃഖം, മറുപടി, മരണം, ഇത് 5 ഇവിടെ ഉണ്ട്, ഈ ഭൂമിയിലുണ്ട്. നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ നിത്യതയിൽ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ പുതിയ യെരൂശലേമിൽ ഇതൊന്നുമില്ല. ഇന്ന് മാനവജാതി അനുഭവിക്കുന്ന യുദ്ധങ്ങൾ, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി, കൊള്ളിവെപ്പ്, കൊലപാതകം, ബലാത്സംഗം, നിരപരാധികളെ തല്ലിച്ചതയ്ക്കുക എന്നിങ്ങനെയുള്ള യാതൊരു പൈശാചിക പ്രവൃത്തികളും ഇല്ലാത്തൊരു സ്ഥലമാണ് പുതിയ യെരൂശലേം. പഴയ നിയമത്തിലെ കോടീശ്വരനായിരുന്ന അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, ഞാൻ ആ വചനം എടുത്ത് വായിക്കുന്നതായിരിക്കും ഉത്തമം എനിക്കങ്ങ് തോന്നിപ്പോവുക. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എപ്പോഴും വായിച്ചു പഠിക്കുന്നൊരു ഭാഗമാണെങ്കിൽ പോലും അതൊന്നുകൂടി ഒന്ന് ധ്യാനിച്ചു പോകാൻ കർത്താവിൽ ശരണപ്പെടുക. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം. എത്ര മനോഹരം! ഞാൻ എത്രയോ പ്രാവശ്യം ആ വാക്യങ്ങൾ ധ്യാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം കൂടാരമുണ്ടാക്കി ടെൻ്റുണ്ടാക്കിയ താമസിച്ചുകൊണ്ടിരുന്നത്. ലോത്ത് കെട്ടിടം പണിത് താമസിച്ചു എന്നൊക്കെയാണ് പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഈ മനുഷ്യൻ വിശ്വാസത്താൽ സ്വന്തം ദേശത്ത്, അതായത് വാഗ്ദത്ത ദേശത്ത്, ദൈവം അവന് കൊടുത്ത വാഗ്ദത്ത ദേശത്ത് അവരെന്ത് ചെയ്തു? ഒരു അന്യദേശമായിട്ട് അതിനെ കണ്ടു. അവിടെ വീടോ കൂടോ കാറോ ലോറിയോ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അന്യദേശത്ത് താമസിക്കുകയാണ്. ഒരു ടെമ്പററി ലൈഫാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ആയുസ് എന്നുള്ള കാഴ്ചപ്പാട് പഴയ നിയമ വിശുദ്ധനുണ്ടായി. ഇന്നത്തെ പുതിയ നിയമ ഭക്തന്മാരോ കോടികളുണ്ടാക്കി മക്കളുടെ പേരും മക്കളുടെ പേരും നിഷേധിച്ചിട്ട് ഞെളിഞ്ഞു കിടന്ന് പ്രസംഗിക്കുക. ഒരു സുവിശേഷകന് ഒരു വീട് താമസിക്കാൻ, ഒരു കാറ്, ഇതിൽ കൂടുതലൊന്നും പാടില്ല. ധനസമ്പാദന മാർഗമല്ല സുവിശേഷ വേല. വേല എന്ന് ചൊല്ലി വേലയില്ല സ്ഥലം പോലെ നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകരെ കൊണ്ടുവാ. ഈ ജാലസുവിശേഷകന്മാരെ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ കൊണ്ടുവന്ന് ശിക്ഷ വിധിക്കുന്ന അവസ്ഥ വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. ഇന്ന് പല സുവിശേഷകന്മാരും പിടിക്കപ്പെടും. അവർ സുവിശേഷം വിറ്റ് കാശുണ്ടാക്കും. അവർ വചനം വിറ്റ് കോടികൾ സമ്പാദിക്കുക. സ്വത്രം. ഇതങ്ങനെ ഞാൻ എങ്ങനെ പറയാതിരിക്കും? ഇവിടെ ഇതാ ഒരു ധനാഢ്യനായ ഒരു ഭക്തൻ, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ എടുത്ത അബ്രഹാമിനെ കുറിച്ചൊരു മെസ്സേജ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. വാഗ്ദത്ത ദേശത്ത് ഒരു സ്വന്തം അന്യദേശത്ത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ 11:9 എബ്രായർ 11:9 അന്യദേശത്ത് എന്ന പോലെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്
ദൈവം ശില്പിയായി നിർമ്മിച്ചത്. നമ്മുടെ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയതൊന്നും ഇവിടെ വേണ്ട. എൻ്റെ വീട് രവി എന്ന് പറഞ്ഞൊരു ബിൽഡർ ഉണ്ടാക്കിയതാ. അദ്ദേഹം ഒരു ബിൽഡറാണ്, കെട്ടിടം പണിയുന്നവനാ. രവി ഉണ്ടാക്കിയ വീട്ടിലല്ല എൻ്റെ താമസം, ടെമ്പററി താമസമാണ്. മരിക്കുന്നവരെ വെയിലും ചൂടും ഒക്കെ ഏൽക്കാതിരിക്കുക, ചൂടും മടിയും തണുപ്പൊന്നും ഏൽക്കാതിരിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന, ദൈവം തന്നതാ അത്, എൻ്റെയൊന്നും അല്ലത്. ഈ കൂടാരത്തിൽ പാർക്കാൻ ദൈവം എനിക്കൊരു ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ഒരു കൂടാരം, ദാക്ഷരിക കൂടാരം തന്നതന്നേ ഉള്ളൂ. എൻ്റെയും കാഴ്ചപ്പാട് അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് പോലെ തന്നെ ആയിരിക്കണം. വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്ക്, യാക്കോബ് 2 തലമുറയെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ തലമുറയോ പിശാച് ഈമ്പി വലിച്ചിട്ടിരിക്കുക. എന്ത് ചെയ്യും? തലകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരവീൻ. ആ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വറ്റാതിരിക്കട്ടെ. ഒരുപക്ഷെ ആ കണ്ണുനീര് കണ്ടുകൊണ്ട് കർത്താവ് നമ്മുടെ കാലം കഴിഞ്ഞാലും അയിത്തുകളെ രക്ഷിക്കും, ദൈവം സന്ദർശിക്കും. കാരണം എന്താ? എൻ്റെ ദാസൻ്റെ കണ്ണുനീര് മറികടക്കാത്തവൻ. ആഗാറിൻ്റെ കണ്ണുനീര് കണ്ട് കുഞ്ഞിന് ഉറവ തുറന്നു കൊടുത്ത ആ ഉറവ എത്ര നാളത്തേക്കാണ്? ഇപ്പോഴും കിടപ്പുണ്ട്. അത് വിറ്റ് കാശായിക്കൊണ്ടിരിക്കുക മുസ്ലിങ്ങൾ. മനസ്സിലായില്ലേ? സംസം വാട്ടർ എന്ന് പറഞ്ഞ് പേര് വിറ്റ് കാശാക്കുക. ആ ഉറവ് ഇന്നും നിലച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടിയും ഉറവുകൾ ഓരോന്ന് ചെറിയ ചെറിയ ഉറവുകൾ തുറന്നിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. അത് ഉണങ്ങിപ്പോകുമ്പോൾ എവിടെന്നെങ്കിലും കർത്താവ് നമുക്ക് പുതിയ വഴികളെ തുറക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവാസികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനം നൽകിയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായവനവൻ തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ലഭിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്തം നിർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിബന്ധിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും, നമ്മൾ അന്യരാണ്, പരദേശികളാണ്, അന്യദേശത്ത് പരദേശിയായി മന്നീതിൽ കൂടാരവാസികളായി. അപ്പം അന്യദേശത്ത് പരദേശികളെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവർക്ക് കിട്ടിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു, വിശ്വാസ പ്രമാണം ഉണ്ടായിരുന്നു, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി. അതിൽ നിന്ന് അബ്രഹാം മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പ്രതിദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. ഏതാ പ്രതിദേശം? ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതായ നഗരം. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നില്ല. ആ പ്രതാപങ്ങളൊന്നും അവർ ഓർത്തില്ല, വിട്ട പ്രതാപങ്ങളൊന്നും ഓർത്തില്ല. അബ്രഹാമിന് ആടുമാടുകളും ദാസിദാസന്മാരും എല്ലാം വിട്ടിട്ട് ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ആ കുറച്ച് സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ പോലും അത് സമ്പത്തായിട്ട് കാണാതെ, അതിൽ അഹങ്കരിക്കാതെ, അതിൽ ഊറ്റം കൊള്ളാതെ, ഇത് ദൈവം എനിക്ക് തന്ന, അല്പകാലത്തേക്ക് തന്ന ഒരു നന്മയാണെന്ന് മനസ്സിലാക്കി തൻ്റെ ലക്ഷ്യം, തൻ്റെ പർപ്പസ് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? അവരും അധികം സ്വർഗീയമായതിനെ കാക്ഷിച്ചു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നു. വിട്ടതായ പ്രതാപം, മോശ വിട്ട പ്രതാപത്തെക്കുറിച്ച് ഇവിടെ പഠിച്ചാൽ അത് വായിച്ച് കേൾപ്പിച്ചു തരാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുക തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിക്കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി മോശ. പഴയ നിയമഭക്തൻ്റെ കാര്യമാണ് പറയുന്നത്. വിശ്വാസത്താൽ അവൻ ആദർശ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. ഓ എൻ്റെ ദൈവമേ, ഒരു രാജകുമാരൻ എന്നുള്ള പദവി വലിച്ചെറിഞ്ഞിട്ട് ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിച്ചു എന്നാണ് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൽ പൗലൂസ് എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഈ പൗലൂസിൻ്റെ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. പൗലൂസിൻ്റെ അനുഭവം എന്താ? അതുകൂടി ഒന്ന് ചിന്തിക്കണ്ടേ? സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ശ്രീജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ, ശുശ്രൂഷ സംബന്ധിച്ച സഭയെ ഉദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച അനിന്യൻ, റോമാ പൗരൻ, എബ്രായൻ, ഇത്രയും പദവികളുള്ള ഈ പൗലൂസ് എങ്കിലും ക്രിസ്തു നിമിത്തം
എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. ഛേദം 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 ഛേദം. ഇന്ന് ഓരോരുത്തർ വാരിക്കോരി ഭാര്യയുടെയും മക്കളുടെയും പേരിൽ എഴുതിയിട്ടിട്ട് ഇരുന്ന് തലകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. ആര് കേൾക്കാൻ? സ്തോത്രം. എങ്കിലും എനിക്ക് ലാഭമായത് ഈ പദവികളെല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഈ ക്രൂശിൻ്റെ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എണ്ണിക്കഴിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴെല്ലാം ഛേദമെന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉള്ളിൽ വന്ന് കയറിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാം ആ ക്രിസ്തീയ ജീവിതത്തിൽ തനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടെങ്കിൽ അതെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അത് കഴിഞ്ഞിട്ടോ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് അവൻ്റെ നിമിത്തം, കർത്താവിൻ്റെ നിമിത്തം സകലതും ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ചവർ, ഗാർബേജ്, വേസ്റ്റ്. തൻ്റെ പദവി, തൻ്റെ ധനം, തൻ്റെ മാനമെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. 15-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ ആ പ്രസ്താവന അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ടാകുക. തൻ്റെ അറിവും കഴിവും എല്ലാം വിട്ടിട്ട് കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. ഈ ചാവിളിലേക്ക് ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അതായത് ഒരു ചാവിള്ളയെ പോലെ യാതൊരു ഗുണമില്ലാത്ത ഒരു മാംസപിണ്ഡമായിരുന്നു എന്ന് താൻ പറയുന്നത്. ഇന്നത്തെ പാസ്റ്റർമാർ റവറൻറ്റ് കളിച്ച്, ഡോക്ടർ കളിച്ച്, പ്രസിഡന്റ്, സെക്രട്ടറി, കൗൺസിൽ കളിച്ച് ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ ഇവരുടെ അഹങ്കാരം, ഇനി വേണ്ട കുറച്ച് പണം ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇവരുടെ അഹങ്കാരം. ഓ മൈ ഗോഡ്, ഇവരൊക്കെ ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. കോടീശ്വരനായ പൗലോസ് 2 കപ്പലുടമയുടെ ഒരു ഉടമസ്ഥാവകാശം ലഭിച്ചവൻ, 3-4 PhD ബിരുദത്തിനുള്ള അറിവുള്ളവൻ, ക്രിസ്തു ദർശനം ഉള്ളിൽ വന്നപ്പോൾ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണിക്കഴിഞ്ഞു. എണ്ണിയിരിക്കുന്നു, എണ്ണുന്നു. മുമ്പുള്ളതെല്ലാം എണ്ണിക്കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പദവി ലഭിക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും ഡോക്ടർ പട്ടം ചാർത്തി കൊടുത്താൽ അതും ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ടുപോകും. അതിൽ കിടന്ന് ഊറ്റം കൊള്ളുകയില്ല. പൗലൂസാര്, പത്രോസാര്, കേഫയാര് എൻ്റെ പൗലൂസ് ചോദിക്കുന്നു, ഞങ്ങൾ ആരുമല്ല. നിങ്ങൾ വിശ്വസിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ വചനം പറയാൻ ഉപയോഗിച്ചു. നടുന്നവനും നനയ്ക്കുന്നവനായി ഞങ്ങൾ തീർന്നു. പൗലൂസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രയെ വളരുമാറാക്കുന്നത്. ശുശ്രൂഷകന്മാരെ, നിങ്ങൾ ആരും ഒന്നുമല്ല. ദൈവം നിങ്ങളെ വചനം പറയാനായിട്ട് ആക്കി വെച്ചു. നിങ്ങളുടെ റവറൻറ്റ് പട്ടം, ഡോക്ടർ പട്ടമൊക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് ദൈവസന്നിധി താണിരുന്ന് ആ കർത്താവിൻ്റെ വിലപ്പെട്ട ശിഷ്യന്മാരെ പോലെ ഈ നാഴി വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ട് കുടിപ്പാനില്ല, ഉടുക്കാനില്ല, നിരവാസം കൂടാതെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലും സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ റവറൻറ്റും നമ്മുടെ റവയും ഒക്കെ കയറി വരുന്നുണ്ട്. എന്തിനാണിതെല്ലാം? ഇതെല്ലാം കുടിച്ചു മൂട്. ഒരു എളിയ കർത്താവിൻ്റെ ദാസനായി. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴിയതുപോലെ ആ താഴ്മയിലേ കാണിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനം കിട്ടിയാൽ, റവറൻ്റായാൽ, ഡോക്ടറായാൽ ഇത്തുങ്ങളുടെ അഹങ്കാരം എന്ന് നിൽക്കും. ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് സങ്കടം കൊണ്ട് പറയുക, ഞാൻ വേദന കൊണ്ട് പറയുക. ഇതൊരു പ്രതികാരത്തിൻ്റെ വാക്കല്ല, ഇത് കണ്ണുനീരിൻ്റെ വാക്കുകളായിട്ട് നിങ്ങൾ എടുക്കുക. കർത്താവ് വരാറായി, സഭ എടുക്കപ്പെടാൻ നേരമായി. ഇത്ര നാൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും. എപ്പോഴും പറയുന്ന പോലെ ഒന്നുകൂടി പറയുക, സ്വർഗത്തിൽ എത്ര നാളാണ് നമ്മൾ ജീവിക്കുന്നത്? കോടാനുകോടി വർഷം. നരകത്തിൽ എത്ര നാളാണ് നമ്മൾ ജീവിക്കുന്നത്? കോടാനുകോടി വർഷം. ഓ, എത്ര ദുഃഖകരം, എത്ര വേദനാജനകം, എത്ര ഭയാനകം. ആ ധനവാന്റെ അവസ്ഥ ഒന്ന് പഠിച്ചാൽ മതി. ലൂക്കോസ് 16 കയറി ആ ധനവാന്റെ അവസ്ഥ ഒന്ന് പഠിച്ചാൽ മതി. അവൻ്റെ ആ വേദന, അവൻ്റെ ആ യാതന, ആ തീജ്വാലയിൽ കിടന്ന് ഒരു യാതന അനുഭവിക്കുന്ന അവസ്ഥ നിത്യമായ നരകത്തിൽ ഉണ്ടെന്ന് കർത്താവിൻ്റെ ദാസന്മാരെ, വിശ്വാസികളെ, ക്രൈസ്തവ സമൂഹമേ നമ്മളൊന്ന് മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട്
എന്നോട് പഠിപ്പിൻ. കർത്താവിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ താഴ്മ, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവം, ദൈവവചനം പഠിച്ച് ഉപദേശത്തിലൂടെ അത് പഠിച്ചെടുത്ത് അതനുസരിക്കാതെ ഒരെണ്ണം സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഭയന്ന് വിറച്ചാണ് ഓരോ ദിവസവും ഇരിക്കുന്നത്. എനിക്ക് നിത്യത പ്രാപിക്കാൻ കഴിയുമോ? എൻ്റെ നിത്യത സാത്താൻ തകർത്ത് കളയുമോ? എന്നിൽ അഹങ്കാരത്തിൻ്റെ അവസ്ഥകൾ വരുമോ? ഞാനെന്ന ഭാവം 10 ചക്രം ഉണ്ടെങ്കിൽ വിശ്വാസികളെ പിന്നെ അവരോട് ഇടപെടുന്നതിന് ക്രിമിനൽസിനോട് ഇടപെടുന്ന പോലെയാണ് ചിലർക്ക് ഇടപെടുന്നത്. ഞാനത് വേദനയോടെ ഓർക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ധാന്യം, ധനം, ലാഭം, കീർത്തി ആ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനിപ്പോകും. 77 80 മാത്രം നീളുമായുസാധു നിനച്ച കഷ്ടത മാത്രം. മൺമയമീയുലകിൽ കാൺമതുമായ വിൺമഹിമധനസുഖങ്ങൾ സകലതും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളവാ പൂക്കളെ പോലെ. ധനം, ധനം, ലാഭം, കീർത്തി ആ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രസംഗി 1 മുതൽ 12 വരെയുള്ള അധ്യായത്തിലെ ഒരു പദം നമുക്ക് കാണാൻ കഴിയും. മായ, മായ, ഓൾ വാനിറ്റി, മായ, മായ, സകലതും മായ, സകലതും മായ. ഓൾ ഈസ് വാനിറ്റി, സകലതും മായ, സകലതും മായ. ശലോമനെ പോലെ ഒരു ധനാഢ്യൻ, ഒരു കോടീശ്വരനായ ദേവദാസനെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ആ മനുഷ്യനാ പറഞ്ഞിരുന്നത്. അവൻ്റെ പ്രാർത്ഥന കേട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കി ഇസ്രയേൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും ഏത് പ്രതിസന്ധിയിലും ശലോമൻ ഉണ്ടാക്കിയ ദേവാലയത്തിന് നേരെ നോക്കി പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ശലോമൻ പ്രാർത്ഥിച്ചു വെച്ചത് യഹോവയായ ദൈവം അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് എനിക്ക് പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. ആ യെരുശലേമിന് നേരെ നോക്കി, ആലയത്തിന് നേരെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നു. ദൈവം അവരെ സ്വാതന്ത്ര്യം കൊണ്ട്, ആശ്വാസം കൊണ്ട്, വിടുതൽ കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? ശലോമൻ്റെ വാക്കുകൾ നമ്മൾ പ്രസംഗിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുക. ഒരു രാഷ്ട്രീയ പ്രാസംഗികൻ പോലും, ഏതൊരു വമ്പൻ പ്രാസംഗികനാണെങ്കിലും ശലോമൻ്റെ വാക്കുകൾ ഉദ്ധരിക്കാത്ത ഒരു പ്രാസംഗികനെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയത്തില്ല. അത്ര മനോഹരമായ നിലയിലാണ് സോളമൻ എഴുതിയ ആ സഭാപ്രസംഗിയും പിന്നെ ഉത്തമഗീതവും സദൃശവാക്യങ്ങളും ഞാൻ എഴുതിയ സങ്കീർത്തനങ്ങളും വളരെ മനോഹരമാണ്. ഇതെല്ലാം എഴുതിയിട്ട് എവിടെ പോയി ഈ മനുഷ്യൻ? ഹല്ലേലൂയ. സകലതും മായ, 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 മായ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ആ മായയിൽ തന്നെ താനും മുടിഞ്ഞു പോയതായിട്ടാണ് എനിക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞാനതുകൂടി വായിച്ച് ചെറിയ മെസ്സേജ് നിർത്താനായിട്ട് കർത്താവ് ശരണപ്പെടുക. എന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ 11-ാമത്തെ അധ്യായം ആണെന്ന് എൻ്റെ ഓർമ്മ. അതെ, 11-ാമത്തെ അധ്യായം. ശലോമൻ രാജാവ് ഫറവോൻ്റെ മകളെ കൂടാതെ മൊവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെ സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂട്ടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയം തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതിക്കാരത്തികളായ ജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്തിൽ പറ്റിച്ചേർന്നിരുന്നു. വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുന്ന ശക്തമായ പ്രമാണം ഏറ്റുവാങ്ങിയ ശലോമൻ അന്യജാതികാരിൽ നിന്നുള്ള അവരോട് എന്ത് ചെയ്തു? ശലോമൻ പറ്റിച്ചേർന്നിരുന്നു.
അവന് 700 കുലീന ഭക്തികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ഇത് വരുമ്പോൾ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 2-3 വാക്യങ്ങളാണ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വാക്യങ്ങളല്ലേ പ്രസംഗിക്കേണ്ടത്. പത്രോസ് എഴുതി വെച്ചേക്കുന്ന എന്താ? ഒരു പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ. പഴയ നിയമത്തിലെ അരുളപ്പാടുകളല്ലേ ഇതൊക്കെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇരുവോടെ ഇരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ ഏകപുരുഷന് നിർമ്മലകന്യായിപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉഭയത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുമോ? നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന, കർത്താവും അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥ വിട്ട് ഏത് മഹാൻ വന്ന് പ്രസംഗിച്ചാലും, ഏത് ഡോക്ടറോ റവറൻറ്റോ ഈ ഭൂമിയിൽ നിന്ന് പൊട്ടി വീണെന്ന് പറഞ്ഞാൽ, ആകാശത്ത് നിന്ന് പൊട്ടി വീണെന്ന് പറഞ്ഞാലും വന്ന് പ്രസംഗിച്ചാൽ അത് നമ്മൾ എടുക്കരുത്. ആ 4-ാം വാക്യം 2 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിലെ 4-ാം വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുമോ? നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാരും കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന, വിശുദ്ധ പ്രവാചകന്മാരും തന്നിരിക്കുന്ന പുതിയ നിയമ വചനത്തിൻ്റെ വ്യവസ്ഥ, പുതിയ നിയമ വചന വ്യവസ്ഥ തന്നിരിക്കുന്നത് കർത്താവും അപ്പോസ്തലന്മാരുമാണ്. പഴയ നിയമം ബുദ്ധിപദേശമായിട്ട് പ്രസംഗിക്കാമെന്ന് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ആ വ്യവസ്ഥയെ ആരെങ്കിലും തെറ്റിച്ചാൽ, ഒരു ദൂതം വന്ന് പറയുക എന്ന് പറഞ്ഞാൽ, ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഓരോ പാസ്റ്റർമാർ വരുമ്പോൾ ഈ കുട്ടി പാസ്റ്റർമാർ പറയുന്ന പദം കേട്ട് ഞാൻ എൻ്റെ തല നിലത്തോളം കുനിക്കാറുണ്ട്. വയറുള്ളതുകൊണ്ട് ഇച്ചിരി കുനിയത്തില്ല, നിലത്ത് മുട്ടത്തില്ല, അല്ലെങ്കിൽ ഞാൻ നിലത്ത് മുട്ടിച്ചേനെ. കാരണം ലജ്ജിക്കണം. നമ്മൾ കണ്ട ദുരുപദേശികളെ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് ഇവിടെ വന്ന് പറയുന്ന ദൂതനെ പോലെയാണ്. ഹീസ് എ മാൻ ഓഫ് ഗോഡ്. ഒരു മാൻ ഓഫ് ഗോഡും ഇല്ല. എൻ്റെ വായിൽ നിന്ന് വരുന്ന ദുരുപദേശങ്ങൾ കേട്ടിട്ട് ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് കരയുക, അലമുറിയിടുക. ദൈവമേ, ഈ ജനം ഇത് കേട്ട് നശിക്കുകയാണല്ലോ. ഒരു പീറ ചെറുക്കനെ കുറിച്ച് ഞങ്ങളുടെ എറണാകുളം പട്ടണത്ത് കിടന്ന ഒരു പാസ് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവൻ 12 വയസ്സേ ഉള്ളുവെങ്കിലും അവൻ നമ്മളെക്കാൾ ഏറ്റവും വലിയ ശുശ്രൂഷകനാണ്. എന്ത് ശുശ്രൂഷകനാണ്? ഉന്തി ഇടുമ്പോൾ അവൻ ഊതുമ്പോൾ 4 കരണം അറിയ ആൾക്കാർ. അപ്പോൾ അവൻ അത്ഭുത ശുശ്രൂഷകനായി എന്നാണ് ഇവരെ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. കർത്താവ് അപ്പോസ്തലന്മാർ ഉന്തിയിട്ടോ കുരപ്പിച്ചോ ചിരിപ്പിച്ചോ ഛർദ്ദിപ്പിച്ചോ ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുക എന്നുള്ളത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു നിയോഗമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇടതടയില്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ചതിയിൽ ചെന്ന് ചാടരുത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശാപിക്കപ്പെട്ടവനാ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന, കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ പാറ്റേൺ വിട്ടിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകരുത്. അപ്പോസ്തലന്മാരും കർത്താവും പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിന് വിരുദ്ധമായ ഉപദേശങ്ങൾ മറ്റൊരു സുവിശേഷമാണ്, മറ്റൊരു ആത്മാവാണ്. അത് അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. ഭൗതികത്തിൻ്റെ ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിക്കുന്നത്. ഭൗതികം തരുന്ന ക്രിസ്തു, ആന തരുന്ന, കാറ് തരുന്ന, വീട് തരുന്ന, ലോറി തരുന്ന, മണിമാളികകൾ തരുന്ന 2 പാസ്റ്റർമാരും ഞെളിഞ്ഞിരുന്ന് പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ കൃത്യമായ ടാക്സ് ഞങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഒരു പൂഞ്ഞാണിക്ക് വകയില്ലാടുന്നവർ, കഞ്ഞിക്ക് വകയില്ലാത്തവനൊക്കെ ഈ വചനം വിറ്റ് തിന്നപ്പോൾ ഇഷ്ടംപോലെ കാശ് വന്നു. എന്നിട്ട് ഞെളിഞ്ഞിരുന്ന് പറയുക, എനിക്ക് കിട്ടുന്നത് കൃത്യമായി ഞാനിത് കൊടുക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരോ, ഞാനിത് പറയുന്നത് വെറുതെ വരാം. അപ്പോസ്തലന്മാരോ നാടി വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും കുടിക്കാനില്ല, ഉടുക്കാനില്ല, തിന്നാനില്ല. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഞങ്ങൾ സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. സുവിശേഷ നിമിത്തം അവർ കോടീശ്വരന്മാർ, ദരിദ്രന്മാരായി. പക്ഷേ അവർ ആത്മീക സമ്പത്തുണ്ടായിരുന്നു. ആത്മീകമായ ഒരു സമ്പന്നന്മാരായിരുന്നു. വലിയ വിശ്വാസമുണ്ടായിരുന്നു, വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. കൃപാവരങ്ങൾ അവരിൽ ജ്വലിച്ചിരുന്നു. ഹല്ലേലൂയ. ആത്മഫലം അവരിലുണ്ടായിരുന്നു. ഇന്ന് ഇവരിലോ
ഉന്തിയിടുന്നവർ എന്നെ ബലമുള്ള ഏത് ആത്മാവിലാണ് ഇത് ചെയ്യുന്നേ? ഏതാ അരിയാഹാരം കഴിക്കാത്തവർ ആണോ ഞങ്ങളൊക്കെ? ഞങ്ങളും അരിയാഹാരം കഴിക്കുന്നവരാ, ഞങ്ങളും വചനം പഠിക്കുന്നവരാ, ഞങ്ങളും വചനം പഠിപ്പിക്കുന്നവരാ. കൃപയാൽ 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 പറയുക. സാധുക്കളായ കുഞ്ഞു ഉപദേശിമാരാ ഞങ്ങൾ. ഞങ്ങൾക്കിതൊന്നും കണ്ടിട്ട് യാതൊരു സ്തോത്രം ഇളക്കവും വരാറില്ല. ഓരോരുത്തർ കാണിക്കുന്ന വചനവിരുദ്ധമായ ശുശ്രൂഷകളെ എൻ്റെ വാത്സല്യ ദൈവജനമേ, പെന്തക്കോ സമൂഹമേ, വിട്ടുപോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. ഇല്ലെങ്കിലോ ഇല്ല. എൻ്റെ ജനമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് വിളിച്ചത് എന്താ? എൻ്റെ ജനം. ഈ എൻ്റെ ജനം നിന്റെ ജനമായി മാറിയ കഥ അറിയാമോ? എപ്പിച്ചു തരാം. പുറപ്പാട് പുസ്തകം 32 അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി. പുറപ്പാട് 32:7. ഇത് ഈ കർത്താവ് ഹൃദയത്തിൽ തരുന്ന വചനങ്ങളായി പറയുന്നു. എൻ്റെ ജനത്തെ വിടിവിക്കാൻ മോശെ നീ വാ, മോശെ നീ ചെന്ന് പറവനോട് പറന്ന് എത്രയോ പ്രാവശ്യങ്ങൾ ദൈവം പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. 9-10 അധ്യായങ്ങളിലൊക്കെ കാണാം. 8-9 അധ്യായങ്ങളിലൊക്കെ. സ്തോത്രം. ആ കർത്താവ് ഇവിടെ പറയുകയാണ്, മോശേ നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. എന്താ പറ്റി? എൻ്റെ ജനം എങ്ങനെ നിന്റെ ജനമായി? പറ ദൈവമക്കളെ. പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഏത് അത്ഭുത ശുശ്രൂഷകനും സാത്താൻ്റെ കയ്യിലാണെന്ന് ഓർത്തോണം. മനസ്സിലായിക്കോ? കൈ വെക്കുമ്പോൾ, കാല് വെക്കുമ്പോൾ, ഇവിടെ ബെൻഹിൻ കുറച്ച് നാളത് ചെയ്തു, പിന്നെ ചെയ്തില്ലെന്ന് പറഞ്ഞ് പിന്നെയും തുടങ്ങിയിരിക്കുക. കൈ വെക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ മറിഞ്ഞ് വീഴുക. ഈ ഗുണം പിടിക്കാത്ത വെസ്റ്റേൺ തിയോളജി പിൻപറ്റുന്ന സായിപ്പന്മാർ ഇത് കണ്ടിട്ട് ദൈവപ്രവൃത്തിയാണെന്ന് ഈ സാത്താൻ്റെ പ്രവൃത്തിയെ വിലയിരുത്തി അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മലയാളി പാസ്റ്റർമാരും കുട്ടി പാസ്റ്റർമാരും ഒരു ബോധമില്ലാത്തവനൊക്കെ ഇതിൻ്റെ പുറകെ നടന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് അവരും ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കൂട്ടു സഹോദരന്മാർ പലരും അതിൽ അടിമപ്പെട്ട് കിടക്കുക. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വിട്ടുപോരുവിൻ. അശുദ്ധമായത് ഒന്നും തുടരുത്. ഹല്ലേലൂയ. എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് 9-ന്റെ 1-ാം വാക്യത്തിൽ എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. സ്തോത്രം. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറഞ്ഞതാ, എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പൊ എൻ്റെ ജനം ഗുണം പിടിക്കാത്ത അഹരോന്റെ ആ ദുഷ്പ്രവൃത്തി കാരണം എന്ത് പറ്റി? ജനം വിഗ്രഹാരാധനയിലേക്ക് പോയി. പണത്തെ സ്നേഹിക്കുന്ന ഒരു വിഗ്രഹാരാധികളാ. ലോക സ്നേഹികൾ വിഗ്രഹാരാധികളാ. കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കാതെയും അത് അതിൻ്റെ നിർമ്മലമായ അവസ്ഥയിൽ അതെടുത്ത് പ്രസംഗിക്കാതെ ഇരിക്കുന്നവരൊക്കെ വിഗ്രഹാരാധികളാ. സ്തോത്രം. അത്യാർത്തി അത് വിഗ്രഹാരാധനയാണ്. ഇത്ര രൂപ എനിക്ക് തന്നാലേ ഞാൻ പ്രസംഗിക്കാൻ വരുള്ളൂ. വിഗ്രഹാരാധികളാണ് അവരെ വിളിച്ചൊക്കെ പ്രസംഗിച്ച ശാപമേൽക്കേണ്ടി വരും. അങ്ങനെ ശാപം ഏറ്റുകിടക്കുക ഇന്ന് കേരളക്കരയിലെ അനേക വിശ്വാസികൾ. ദൈവമക്കളെ, ദൈവസന്നിധിയുടെ വചനം ധ്യാനിച്ച് പഠിക്കേ. എൻ്റെ ജനം നിന്റെ ജനമാകാൻ അഹരോന്റെ ആ ദുഷ്പ്രവൃത്തി നിമിത്തം കാളക്കുട്ടി വാർത്തുണ്ടാക്കി ആരാധിച്ചപ്പോൾ മോശ പറഞ്ഞു, ഒരുവനോട് വാളെടുത്തിട്ട് എന്ത് ചെയ്യുക? വെട്ടി കൊല്ലാൻ പറഞ്ഞു. 1000 പേര് വീണുപോയെന്ന പുസ്തകം പഠിപ്പിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ. സ്തോത്രം. ഇന്ന് എത്രയോ പേര് വീണ് കിടക്കുക ക്രൈസ്തവ കോളത്തിൽ. ദൈവകൃപയിൽ നിന്ന് വീണ് കിടക്കുന്ന എത്രയോ പേരുണ്ട്. ഇവരിതെല്ലാം ഓർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നത്തെ ആത്മീയ കോളത്തെ ഓർത്ത് കരയുകയാണ്. ദേഷ്യം കൊണ്ട് പറയുകയല്ല, സങ്കടം കൊണ്ട് പറയുകയാണ് ഇതൊക്കെ.
നിർമ്മലമായ പത്രോസ് പറയുന്നു, രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മയമില്ലാത്ത പാല് കുടിച്ച് വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ക്രിസ്തീയ ജീവിതം നയിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കണി കാണാൻ കഴിയില്ല കേട്ടോ. ഇത് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ദൈവസേനയിൽ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദുരുപദേശങ്ങളും ചെയ്തു കൂട്ടുമ്പോൾ ഹൃദയം തകരുകയാണ്. പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ജനത്തെ വഞ്ചിച്ചിട്ടിരിക്കുക. സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ചതിച്ചിട്ടിരിക്കുക. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ ചതി കിടക്കുന്നെങ്കിൽ തെന്നി മാറിക്കോ. കർത്താവ് വരാറായി, കാഹളം ധരിക്കാറായി, ദൈവസഭ മാറ്റപ്പെടാൻ നേരമായി. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വേറൊരു എതിർ ക്രിസ്തു വരുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുക. കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളെ ഈ റോഡ് ടാറിങ്ങിന് കൊണ്ട് ഉപയോഗിക്കുന്ന റോളറിൻ്റെ അടിയിലിട്ട് ഞെരിച്ചമർത്തുന്ന പോലെ ഞെരിച്ചമർത്തുവാൻ ഒരു എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. എൻ്റെ പ്രസംഗം അതിലേക്ക് വരികയാണ്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാൻ പോവുക. ഇതുവരെയും പ്രസംഗിച്ചിട്ടില്ല. ഒരു ക്ലിപ്പ് ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അത് പ്രസംഗിക്കാൻ പോവുക. പെന്തക്കോസ്തുകാരെ, നമ്മൾ ആ ചതി ചെന്ന് പെട്ടുപോകരുത്. കാഹളം ധരിക്കുമ്പോൾ ഈയോം പാറ്റകളെ പോലെ മരിച്ചു പോയാൽ ഉയർത്തെഴുന്നേറ്റും ജീവനോടിരുന്നാൽ രൂപാന്തരം പ്രാപിച്ചും കർത്താവിനെതിരേൽപ്പാൻ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.